എന്റെ ഈശ്വര, മനസമാധാനായിട്ടൊന്ന് കിടക്കാൻ സമ്മതിക്കില്ലേ? ഇവളെ കൊണ്ട് തോറ്റല്ലോ. ഞാനിവിടെ സ്വസ്ഥായിട്ടൊന്ന് കിടക്കുമ്പോഴാണ് അവൾ എന്നെ ദേ ഉപദ്രവിക്കാൻ വരുന്നത്. ഷടാ, നിന്നോടന്നെ പറഞ്ഞത് മാറിപ്പോവാൻ. എന്നെ തലക്കിയിട്ടിരിക്കണോ? നീ കൊള്ളാലോ. നിന്റെ അമ്മ വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും നീ എന്നെ ഉപദ്രവിക്കണ കാര്യം. ഷേ, ഈ പെണ്ണ് ഒരു രീതിയിൽ അടങ്ങൂലല്ലോ. ഞാനൊന്ന് കിടന്നോട്ടെ. ഇനി നീ അടിക്കണ എനിക്കൊന്ന് കാണണം. ഏ എന്റെ ദൈവമേ, ഒരു രക്ഷയില്ലല്ലോ. ഓ, ഇതിനെയൊക്കെ എന്താ ചെയ്യണ്ടേ? എങ്ങോട്ട് ഓടിപ്പോവാനും വയ്യല്ലേ ഈശ്വരാ. നല്ല സ്വസ്ഥമായിട്ട് ഞാൻ നല്ല സുഖിച്ച് കിടക്കുമ്പോഴാണ് എന്റെ തലക്കിട്ടും മേത്തൊക്കെ അടിക്കാനായിട്ട് വരണത്. കൊള്ളാം. ആ, എന്തേ ഇപ്പൊ നീ ഒതുങ്ങിയ? നിന്നോടാ ഞാൻ പറഞ്ഞത്, ഇല്ലെങ്കിൽ എന്റെ നല്ല സ്വഭാവം നീ കാണും. എന്താ ധൈര്യന്റെ ഭാര്യയായി നീ കാണിച്ചു തരാം. പിന്നെ എന്റെ ഭഗവാൻ, എന്റെ കണ്ണി കുത്തണോ? ഇത് ഒരു രക്ഷയില്ലല്ലോ ഇതിനെ കൊണ്ട്. എന്റെ കണ്ണെങ്ങാനും മുറിഞ്ഞാണ്ടല്ലോ. എന്താ നീ അടങ്ങിയിരിക്കണുണ്ടോ? അതോ എന്റെ സുന്ദരമായ കണ്ണുകൾ നീ കുത്തി പൊട്ടിക്കരുത്. എന്റെ നീലക്കണ്ണുണ്ടല്ലോ. ആഹാ, എന്തൊരു ഐശ്വര്യം. ദേവർ കൊള്ളാലോ. കഴിഞ്ഞോ? നിന്നോടല്ലേ വന്ന് എന്റെ കണ്ണു കുത്തി പൊട്ടിക്കരുതേ എന്ന്. എന്ത് പോവാണോ? അങ്ങനെ ഇങ്ങ് പോയാലോ? വെക്കടേ അവിടെ.